പെബിൾസ് മലയാളം. ഹായ്, നമസ്കാരം. നമ്മൾ ചെന്നൈക്ക് അടുത്തായിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളാണ് പരിചയപ്പെടുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഗിണ്ടി നാഷണൽ പാർക്കിലാണ്. അപ്പോൾ ഞാനതിൻ്റെ എൻട്രൻസിലാണ് നിൽക്കുന്നത്. നമുക്ക് ഉള്ളിലേക്ക് ചെന്നിട്ട് ടിക്കറ്റ് എടുക്കണം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പാർക്കിൻ്റെ കാഴ്ചകളിലേക്കാണ് പോകുന്നത്. നമ്മൾ ഗിണ്ടി നാഷണൽ പാർക്കിൽ സ്നേക്ക് പാർക്കാണ് ആദ്യമായിട്ട് സന്ദർശിക്കാൻ പോകുന്നത്. ടിക്കറ്റ് നിരക്ക് വരുന്നത് 10 രൂപയാണ്. കുട്ടികൾക്ക് 20 രൂപ മുതിർന്നവർക്കുമാണ്. അപ്പം ഫോട്ടോ, വീഡിയോ എന്നിവയ്ക്കെല്ലാം നമ്മൾ പ്രത്യേകം ഫീ അടയ്ക്കേണ്ടതാണ്. അപ്പം നമ്മൾ കയറി വരുമ്പോൾ കാണുന്നത് ആൽബിനോ പൈത്തൺ, ഒരു തരത്തിലുള്ള മലമ്പാമ്പാണിത്. അപ്പം അതിനെയാണ് നമ്മൾ കാണുന്നത്. നമ്മൾ നാട്ടിൽ കാണുന്ന പെരുമ്പാമ്പിൻ്റെ മറ്റൊരു രൂപത്തിലുള്ളത്. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് മൂർഖൻ പാമ്പാണ്. അപ്പം നമ്മുടെ നാട്ടിൽ സാധാരണയായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒന്നാണിത്. അപ്പം ഇന്ത്യ, പാകിസ്ഥാൻ, നേപ്പാൾ എന്നീ രാജ്യങ്ങളിലെല്ലാം ഇവയെ കാണാമെന്നെല്ലാം ഇവിടെ ഇവർ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം കേരളത്തിൽ നമ്മൾ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു ഐറ്റമാണ് ഈ മൂർഖൻ പാമ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാണുന്നത് വെള്ളിക്കെട്ടൻ എന്ന പാമ്പാണ്. നമ്മുടെ നാട്ടിൽ ഇതിനെയും നമ്മൾ സാധാരണയായിട്ട് കണ്ടുവരുന്നതാണ്. വളരെ വിഷമേറിയൊരു തരത്തിലുള്ള പാമ്പാണ്. അപ്പം ഈ കാണുന്നത് മൂർഖൻ പാമ്പാണ്. ഒരു അത്യുഗ്ര വിഷമുള്ള ഒരു ഇനത്തിൽപ്പെട്ട മൂർഖൻ പാമ്പാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതിന് ഒരു കറുത്ത നിറമാണ് ഈ ഒരു പാമ്പിന്. അപ്പോൾ ഈ കാണുന്നത് പച്ചിലപ്പാമ്പാണ്. നമ്മുടെ നാട്ടിൽ ഈ കാണുന്ന ഒരു തരം പാമ്പാണിത്. പച്ചില മരങ്ങളുടെ മുകളിലെല്ലാം ഇവയെ നമുക്ക് സ്ഥിരമായിട്ട് കാണാൻ പറ്റും. പച്ച നിറത്തിലായതിനാൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നില്ല. ഇത് മറ്റൊരു തരത്തിലുള്ള പച്ചിലപ്പാമ്പാണ്. ഇത് നമ്മൾ മുൻപ് കണ്ട പച്ചിലപ്പാമ്പിൻ്റെ പോലെ തന്നെ, പക്ഷേ എന്നാൽ ചെറിയൊരു വ്യത്യാസമുണ്ട് ഇതിന്. ഇതൊരു ജലത്തിൽ കാണുന്ന പാമ്പാണ്. ഇത് ചേരയാണ്. നമ്മുടെ നാട്ടിൽ സാധാരണയായിട്ട് കണ്ടുവരുന്ന ചേര എന്ന തരത്തിലുള്ള ഒരു പാമ്പാണ്. ഇതിന് വിഷമില്ല. ഇത് എലികളുടെ ശത്രുവാണ്. എലികളെ ധാരാളമായിട്ട് ഇത് കൊന്നൊടുക്കും. ഈ കാണുന്നത് അമേരിക്കൻ ഗ്രീൻ ഇഗ്വാനയാണ്. ഇത് മാത്രമല്ല, ചുവപ്പ് കളറിലുള്ള മറ്റൊരു ഇഗ്വാനയും ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ കാണുന്നത് വെള്ള ആമയാണ്. നാട്ടിൽ നമ്മളെ കുളങ്ങളിലെല്ലാം നമുക്ക് ധാരാളമായിട്ട് ഇവയെ കാണാം. അതുപോലെ ഈ കാണുന്നത് കാരാമ എന്ന് പറയും, കറുപ്പ് നിറത്തിലുള്ള. ഇതും നമ്മുടെ നാട്ടിൽ ധാരാളമായിട്ട് കണ്ടുവരുന്ന തരത്തിലുള്ള ഒരു ആമയാണ്. അപ്പോൾ ഇത് അമേരിക്കൻ ആമയാണ്. ഇതിൻ്റെ കാലിലുള്ള വ്യത്യാസമുള്ള ടൈപ്പാണ്. 25ഓളം എണ്ണം ഇവിടെ നമുക്ക് കാണാം. അതുപോലെ അതിന് തൊട്ടടുത്തായിട്ട് നമുക്ക് നക്ഷത്ര ആമയെ കാണാം. നക്ഷത്ര ആമയുടെ ധാരാളമായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഈ കാണുന്നത് സയാമീസ് ക്രോക്കഡൈലാണ്. ഇന്ത്യ, ഇന്തോനേഷ്യ എന്നിവിടങ്ങളിലെല്ലാം നമുക്ക് ഇതിനെ കാണാം എന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. 15 മുതൽ 50 മുട്ടകൾ വരെ ഇവ ഇടുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ 25ലധികം മുതലകളുണ്ട്. അപ്പോൾ ഇന്ത്യൻ ക്രോക്കോഡൈൽ 55 വർഷം വരെ ഇവ ജീവിക്കുമെന്നാണ് പറയുന്നത് ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ. അപ്പം മുതലകളെ കാണുമ്പോൾ അത് മിക്കപ്പോഴും വായ തുറന്നു വെച്ചാണ് കിടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് ശരീരത്തിലെ താപനില കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ശരീരതാപം പുറന്തള്ളുന്നത് വിയർപ്പ് ഗ്രന്ഥിയിലൂടെയല്ല, മറിച്ച് വായിലൂടെയാണ്. അപ്പം മുതലകൾക്ക് രാത്രിയിലും കണ്ണ് കാണാം. അതുപോലെ ഇവ ആഹാരം ചവയ്ക്കാറില്ല, വിഴുങ്ങുകയാണ് പതിവ്. അതുപോലെ മുതലകൾ സാധാരണയായിട്ട് ഭക്ഷണത്തോടൊപ്പം ചെറു കല്ലുകളും ഭക്ഷിക്കും. ഇത് ദഹനം എളുപ്പമാക്കുവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഇഗ്വാനയാണ്. ഇഗ്വാനയെ കാണുവാനായിട്ട് 10 രൂപ ടിക്കറ്റ് നമ്മൾ എടുക്കണം. അപ്പോൾ നമ്മളൊരു ഇഗ്വാനയുടെ ഒരു കൂട്ടിലേക്ക് നമ്മൾ കയറുവാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂട്ടിൽ പ്രവേശിച്ചു കഴിഞ്ഞു. ഓന്തിനെ പോലുള്ള വലിയൊരു ജീവിയാണ് ഇഗ്വാന എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ കണ്ടിരുന്നു. അപ്പോൾ ഇത് അതിനേക്കാൾ കുറച്ചുകൂടി വലിയ ഇഗ്വാനയാണ്. അപ്പോൾ ഈ കാണുന്നത് വെള്ള ആമയാണ്. ഇത് നമ്മുടെ നാട്ടിൽ സാധാരണയായിട്ട് കണ്ടുവരുന്ന ഒരു ഇനത്തിൽപ്പെട്ട പാമ്പാണ്. അപ്പോൾ
നമ്മൾ അടുത്തായിട്ട് സന്ദർശിക്കാൻ പോകുന്നത് മ്യൂസിയമാണ്. മ്യൂസിയത്തിൽ നമുക്ക് ഉരകവർഗ്ഗത്തിലുള്ള ജീവികളെയെല്ലാം സ്റ്റഫ് ചെയ്ത് വെച്ചതുപോലെ കാണാം നമുക്ക്. അപ്പോൾ അത് മാത്രമല്ല, നമ്മൾ പാമ്പ് അതുപോലുള്ള ജീവികളെ ഇവർ നിർമ്മിച്ച് വെച്ചിരിക്കുന്നു. ശരിക്കും നമ്മൾ ഒറിജിനലിനെ വെല്ലുന്ന തരത്തിലാണ് ഇവർ നിർമ്മിച്ച് വെച്ചിരിക്കുന്നത്. പിന്നീട് നമുക്ക് കാണാൻ പറ്റുന്നത് ഈ പെരുമ്പാമ്പ് ഇരവഴുങ്ങിയതും അതുപോലെ പാമ്പുകൾ ഇണചേരുന്നതും അത്തരത്തിലുള്ള നമുക്ക് രൂപങ്ങളെല്ലാം ഇവിടെ കാണാൻ കഴിയും. അപ്പോൾ കുട്ടികളെല്ലാം ആയി വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു സ്ഥലമാണ് ഈ ഒരു ഗിണ്ടി നാഷണൽ പാർക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഗിണ്ടി നാഷണൽ പാർക്കിൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയിൽ നമ്മൾ ഗിണ്ടി ചിൽഡ്രൻസ് പാർക്കിൻ്റെ കാഴ്ചകളിലേക്കാണ് പോകുന്നത്. ഓക്കെ, ബൈ. പെബിൾസ് മലയാളം.